പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല സ്തോത്രം ഏതാണെന്ന് ചോദിച്ചാൽ പലരും പല സ്തോത്രങ്ങളും ദേവതകളും പറയും. അതായത് സരസ്വതി, ദക്ഷിണാമൂർത്തി മുതലായവർ എല്ലാം നല്ലതൊക്കെ തന്നെയാണ്. ഞാൻ ഒരുപാട് പേർക്ക് പ്രാർത്ഥനകളൊക്കെ കൊടുത്തിട്ട് സരസ്വതി ദേവിയുടെയും ദക്ഷിണാമൂർത്തി ഭഗവാന്റെയും ഗണപതി ഭഗവാന്റെയൊക്കെ കൊടുത്തിട്ട് അവരൊക്കെ നല്ലത് തന്നെയാണ് പറയുന്നത്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പഠനത്തിലെ ഏറ്റവും മികച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ശ്രീ ഹനുമാൻ സ്വാമിയാണെന്ന് പറയും. കാരണം ബാക്കിയുള്ളൊരു മോശമാണെന്നല്ല, നല്ല ഫലങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഹനുമാൻ സ്വാമി തരുന്ന ഫലങ്ങൾക്ക് കുറച്ച് വ്യത്യസ്തതയുണ്ട്. അതായത് പഠനത്തിന് വേണ്ട കാര്യങ്ങൾ, ബുദ്ധി, മനോധൈര്യം, ആത്മവിശ്വാസം ഇതൊക്കെ ആവശ്യമാണ്. ഹനുമാൻ പ്രീതി ഇത് മൂന്നും തരും. കാരണം പരീക്ഷാ വിജയത്തിനൊക്കെ ഹനുമാൻ ഭജനം വളരെ ഉത്തമമാണ്. അപ്പോൾ ഹനുമാൻ പ്രീതി ഉണ്ടെങ്കിൽ പഠനത്തിനൊക്കെ ഒരുപാട് ഗുണം കിട്ടും. കാരണം ഹനുമാൻ്റെ ഗുരു സൂര്യഭഗവാനാണ്. സൂര്യനിൽ നിന്നും വിദ്യ അഭ്യസിച്ച ദേവനാണ് ശ്രീ ഹനുമാൻ സ്വാമി. അപ്പോൾ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത് വിദ്യാപരമായ കാര്യങ്ങളിൽ വളരെ ഉയർച്ച നൽകാൻ സഹായിക്കും. രാമനാമ ജപത്തിന് ശേഷം മാത്രമേ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാവൂ. വിദ്യയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനോധൈര്യവും ബുദ്ധിയും ആത്മവിശ്വാസവും കൂടാതെ ശരീരത്തിൻ്റെ ഒരു ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും ആവശ്യമാണ്. അതുമാത്രമല്ല, വിദ്യക്ക് തടസ്സം നിൽക്കുന്ന സന്ധിദോഷങ്ങൾ, ജാതകദോഷങ്ങൾ എല്ലാം മാറി നവഗ്രഹ ദോഷങ്ങളെ മാറ്റി നിർത്താൻ ഹനുമാൻ സ്വാമിക്ക് ശക്തിയുണ്ട്. അപ്പോൾ പ്രധാനമായും ഈ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിച്ച ശേഷം മാത്രമേ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാവൂ. രാമനാമ ജപം ഉണ്ടെങ്കിലേ ഹനുമാൻ സ്വാമിയുടെ പ്രീതി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക.